എല്ലാ ചങ്ങാതിമാർക്കും MK മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഷോളയാർ ഡാമിലേക്കാണ്. ഷോളയാർ ഡാമും കണ്ട് മലക്കപ്പാറയും കടന്ന് ചുങ്കം വഴി കൊടുങ്കാട്ടിലൂടെ നീണ്ട 69 കിലോമീറ്റർ വാഹനം ഓടിച്ചാൽ തമിഴ്നാട്ടിലിറങ്ങാതെ നമുക്ക് മൂന്നാറിലെത്താം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷോളയാർ ഡാമിലാണ്. കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലായി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പ്രദേശമാണ് ഷോളയാർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചാലക്കുടി പുഴ ആരംഭിക്കുന്നതും ഷോളയാറിൽ നിന്ന് തന്നെയാണ്. ആദിവാസി ഊരുകൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് ഷോളയാർ. ധാരാളം തേയിലത്തോട്ടങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും വന്യജീവികളെയും കൊണ്ട് അതിസമൃദ്ധമാണ് ഷോളയാർ. റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ചില കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല. എങ്കിലും പറയട്ടെ, അതിമനോഹരമാണ് ഷോളയാർ. ഇവിടെ അധിക നേരം നിൽക്കാൻ സമയമില്ലാത്തതിനാൽ ഞങ്ങൾ ഷോളയാറിനോട് ഇവിടെ പറയുന്നു. ഷോളയാറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. റിസർവോയർ കാച്ച്മെൻറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ മഴ കനക്കുന്നത് മൂലവും മഞ്ഞ് നിൽക്കുന്നത് മൂലവും കാഴ്ച അത്ര ക്ലിയർ ആകുന്നില്ല. എങ്കിലും നയനമനോഹരമാണ് ഇവിടം. അങ്ങനെ ഞങ്ങൾ ഷോളയാറിനോട് വിട പറഞ്ഞ് മലക്കപ്പാറയും കഴിഞ്ഞ് ചുങ്കം കഴിഞ്ഞ് കൊടുങ്കാട്ടിലൂടെ യാത്ര തിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അധികമാരും യാത്ര ചെയ്തിട്ടില്ലാത്ത ഓൾഡ് വാൽപ്പാറ, ആനക്കുളം, മാങ്കുളം വഴി മൂന്നാറിലേക്ക് എത്തുക എന്നതാണ്. മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടും മഴ പെയ്താൽ വനത്തിനുള്ളിലെ യാത്ര ദുഷ്കരമാകും എന്നതുകൊണ്ടും സമയം കളയാതെ മുന്നോട്ട് പോകുന്നു. കൊടുംവനത്തിലൂടെ ഏകദേശം ഇനിയും 69 കിലോമീറ്ററോളം ഉണ്ട് മൂന്നാറിലേക്ക് എത്താൻ. നിങ്ങൾ മലക്കപ്പാറ, ചുങ്കം, വാൽപ്പാറ, ഓൾഡ് വാൽപ്പാറ, ആനക്കുളം വഴി മൂന്നാറിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കരുത്. സ്വന്തം റിസ്കിൽ മാത്രം പോവുക. ഈ റൂട്ടിൽ ഏകദേശം 5 കിലോമീറ്ററോളം മാത്രമാണ് മനുഷ്യവാസമുള്ളത്. പോകുന്ന വഴിയിൽ മിക്കയിടത്തും ആനയുടെ സാന്നിധ്യമുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു പോവുക. പോകുന്ന വഴി ഓരോ വളവ് തിരിവുകളും ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഏത് നിമിഷവും ആന നിങ്ങളുടെ മുമ്പിലെത്താം. വനവൽക്കരണത്തിൻ്റെ ഭാഗമായി യുക്കാലിയാണ് നട്ടുവളർത്തിയിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ ലയമാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മനുഷ്യവാസം തീരെ ഉണ്ടാകില്ല. ഇനി ഒരു കാരണവശാലും വണ്ടി നിർത്താനോ പുറത്തിറങ്ങി നിൽക്കാനോ പാടില്ല. കാരണം പുൽമേടുകളിലാണ് ചെറിയ ജീവികൾ വളരുന്നത്. ഈ ചെറിയ ജീവികളെ ഭക്ഷിക്കാൻ വലിയ ജീവികളുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നത്. എൻ്റെ കൂടെയുള്ള മറ്റ് 2 പേർക്കും ഉൾക്കാട്ടിലേക്ക് കയറിയപ്പോൾ ചെറിയ രീതിയിൽ ഭയം പിടികൂടിയതായി തോന്നുന്നു. നാട്ടിലെ അവസ്ഥയല്ല കാടിൻ്റെ ഉള്ളിൽ. 5 മണിയാകുമ്പോഴത്തേക്കും കാട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടാകും. ഇരുട്ട് പരക്കുന്നതിന് മുന്നേ ലക്ഷ്യസ്ഥാനത്തെത്തണം. ഭാഗ്യമുണ്ടെങ്കിൽ പോകും വഴി കാട്ടുകൊമ്പന്മാരെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ഒന്നിൻ്റെ മുന്നിൽ പെടാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മുട്ടക്കുന്നുകളും പുൽമേടുകളും കഴിഞ്ഞ് വീണ്ടും കൊടുങ്കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏയ്, നീ പാട്ട് പാടുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്യൂ. ചെറിയ രീതിയിൽ ആനച്ചൂരുണ്ടോന്ന് സംശയമുണ്ട്. നീ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, നോക്കി ഓടിക്കുക. ആനച്ചൂര് അനുഭവപ്പെട്ട സ്ഥലവും മുന്നോട്ട് കുറച്ചകലെയായി ഒരു കുന്നിൻ ചെരുവിൽ ഒരു കൊമ്പനാനയും ഒരു പിടിയാനയും തീറ്റയെടുക്കുന്നുണ്ടായിരുന്നു. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് വണ്ടി നിർത്തി. കുറച്ച് അകലെ ആയതിനാൽ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി കുറച്ചു നേരം അവിടെ ചെലവിട്ടു. പിന്നെയും ഒരു ചെറിയ ഭയമുള്ളിലുണ്ട്. ഇതിൻ്റെ കൂട്ടം താഴ്ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാത്തത് മൂലം അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്രയുടെ അവസാനം മൂന്നാറിൻ്റെ ഭാഗമായ ആനക്കുളം റേഞ്ചിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്ററോട് യാത്ര ചെയ്താൽ മൂന്നാറിലെത്തിച്ചേരാം. മറ്റ് രണ്ടുപേരും ഇരുട്ട് ആകുന്നതിന് മുമ്പ് മനുഷ്യവാസമുള്ള പ്രദേശത്ത് എത്തിച്ചേർന്നതിൻ്റെ സന്തോഷത്തിലാണ്. തമിഴ്നാട്ടിൻ്റെ പോലത്തെ വീടുകളാണ്. മാങ്കുളത്തു നിന്നും നേരെ ഞങ്ങൾ പോകുന്നത് മൂന്നാറിൻ്റെ ഹിൽ ടോപ്പിലേക്കാണ്. ഇടയ്ക്കൊന്ന് മയങ്ങി ഉണർന്നപ്പോഴത്തേക്കും യാത്രയുടെ അവസാന ഘട്ടത്തിലേക്കായി. മൂന്നാറിൻ്റെ ഹിൽ ടോപ്പിലേക്ക് എത്തിത്തുടങ്ങി. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ കോട വന്ന് നമ്മുടെ കാഴ്ചയെ മറയ്ക്കാറുണ്ട്. അങ്ങനെ മൂന്നാറിൻ്റെ ഹിൽ ടോപ്പിലെത്തിയിരിക്കുന്നു. ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിൻ്റെ ബോർഡറിലാണ്. ഇവിടെ ഒരു നിശ്ചിത ഫീസുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഹിൽ ടോപ്പിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഞങ്ങളുടെ കാഴ്ച മറച്ച് കോടയിറങ്ങി. ഹിൽ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഞങ്ങൾ തിരികെയാണ്. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.